ുള്ളവരെ ബേപ്പൂരിൽ ഇലക്ഷനിൽ തോറ്റതിനു ശേഷം നമ്മുടെ PV അൻവർ അപ്രത്യക്ഷനാകുകയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഒരു തിരോധാനം തന്നെയായിരുന്നു. അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുടെ ഇടയിലുമൊക്കെ വലിയ ചർച്ചകൾ നടന്നു. ഒരുപക്ഷെ പരാജയത്തിൻ്റെ തീവ്രത ഏറ്റുവാങ്ങുവാൻ കഴിയാതെ PV അൻവർ രാഷ്ട്രീയ തിരോധാനം സ്വയം പ്രഖ്യാപിച്ച് ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിയാത്ത വിധം എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടപ്പെടും എന്നാണ് കരുതിയത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരാജയവും അദ്ദേഹത്തിൻ്റെ തിരോധാനവും അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമാകലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ വലിയ രീതിയിൽ ആഘോഷിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഷാജൻ സ്കറിയ നിരന്തരം അമ്പൂക്ക തോറ്റേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോകൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഈ PV അൻവറിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കളായിരുന്ന സഖാക്കളും ഒക്കെ ആഘോഷിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. പെട്ടെന്നൊരു നിമിഷം PV അൻവർ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് തന്നെ തിരിച്ചു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിവാദത്തിന് തിരികൊളുത്തിയതാകട്ടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജനറൽ സെക്രട്ടറി DCC പ്രസിഡന്റ് കോഴിക്കോടിൻ്റെ പ്രവീൺ കുമാറാണ്. അദ്ദേഹം കൊയിലാണ്ടി MLA കൂടിയാണ്. അദ്ദേഹം UDFൻ്റെ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, ബേപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം പാളി, അവിടെയും അദ്ദേഹം PV അൻവർ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് പരാജയപ്പെടുന്നതെന്ന് പറയുന്നില്ല. സ്ഥാനാർത്ഥി നിർണയം പാളി, മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സ്ഥാനാർത്ഥി കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ മത്സരിച്ചിരുന്നു എങ്കിൽ വിജയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, PV അൻവറും ഒപ്പം പ്രവീൺ കുമാറും തമ്മിൽ ഒരു ആത്മസൗഹൃദമുണ്ട്. മിക്കപ്പോഴും അവർ പറയാറുണ്ട് തങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന്. PV അൻവറിന് വേണ്ടിയാണോ ഈ പ്രസ്താവന പ്രവീൺ കുമാർ നടത്തിയതെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു, അതെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം PV അൻവർ അപ്രതീക്ഷിതമായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. ആ പ്രസ്താവനയുടെ ചുവട് പിടിച്ചാണ് PV അൻവർ തുടർ പ്രസ്താവന നടത്തുന്നത്. വീണ്ടും PV അൻവർ എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ഈ പ്രവീൺ കുമാറിൻ്റെ പ്രസ്താവനയെ കോട്ട് ചെയ്തുകൊണ്ട്, ഈ പ്രസ്താവന ഷെയർ ചെയ്തുകൊണ്ടാണ് ചേർത്ത് പിടിക്കേണ്ടവർ തന്നെ വഞ്ചിച്ചു എന്ന പേരിൽ ഒരു പ്രസ്താവനയുമായിട്ട് PV അൻവർ മുന്നോട്ട് വരുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയായി. ഇന്ന് മുഖ്യമന്ത്രിയുടെ വലം കൈയും പൊന്നാനി MLA KP നൗഷാദ് അലിയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു. PV അൻവർ ചേർത്ത് പിടിക്കപ്പെടേണ്ടവരാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും നിർദ്ദേശങ്ങളും UDFന് വലിയ വിജയം നേടുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ ചേർത്ത് പിടിക്കും എന്ന രീതിയിൽ KP നൗഷാദ് അലിയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു. KP നൗഷാദ് അലി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ വലം കൈയാണ്. KP നൗഷാദ് അലി അങ്ങനെ ഒരു പ്രസ്താവന വെറുതെ പുറപ്പെടുവിക്കാനോ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യാനോ സാധ്യതയില്ല. അത് മുഖ്യമന്ത്രി VD സതീശൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങളോടും അനുഗ്രഹാശസ്സുകളോടും കൂടിയാണ്. അതായത് PV അൻവർ UDFൻ്റെ ഭാഗമായി തുടരും. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൻ്റെ നിർണായക ശക്തിയായി തന്നെ നിലനിൽക്കും. ഒരുപക്ഷെ അദ്ദേഹം ക്യാബിനറ്റ് റാങ്കോടുകൂടി, ഇനി അദ്ദേഹത്തിന് മന്ത്രിയാകാൻ പറ്റില്ല, നിയമസഭയിൽ പരാജയപ്പെട്ടു, അദ്ദേഹം കോർപ്പറേഷൻ്റെയോ ബോർഡ് സ്ഥാനങ്ങളിലൊന്നിൽ ക്യാബിനറ്റ് പദവിയോടുകൂടി ഉണ്ടാകും എന്ന രാഷ്ട്രീയ വിശകലനങ്ങളാണ് വരുന്നത്. അതിനുവേണ്ടി പ്രവീൺ കുമാർ ഇട്ടുകൊടുത്ത ഒരു ചൂണ്ടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാണക്യനാണ്, ഏതോ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ ചാണക്യനാണ് PV അൻവർ. PV അൻവറിന് വേണ്ടി കളമൊരുക്കി കൊടുക്കുകയായിരുന്നു പ്രവീൺ കുമാർ. എന്തായാലും PV അൻവർ അതിൽ പിടിച്ചു. അപ്രതീക്ഷിതനായിരുന്ന തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാകുന്നതിന് പ്രവീൺ കുമാറിൻ്റെ ആ പ്രസ്താവന കാരണമായി. PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യൻ കേരളത്തിൽ വീണ്ടും ചർച്ചയാകുകയാണ്. അയാൾ ക്യാബിനറ്റ് പദവിയോടുകൂടി തന്നെ തിരിച്ചു വരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് യാഥാർത്ഥ്യം. PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം ബേപ്പൂരിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരണ ബേപ്പൂരിൽ താൻ വിജയിക്കും, അത്രമേൽ വലിയൊരു UDF തരംഗമാണ് ഉണ്ടാകുന്നത്, സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകാം എന്നൊക്കെയായിരുന്നു. പക്ഷേ UDFൽ സാധാരണ സംഭവിക്കുന്നത് പോലെ ചില കുത്തിത്തിരിപ്പുകളും പാരവലികളും ഒക്കെ കൊണ്ട് അദ്ദേഹം 7000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ മുഹമ്മദ് റിയാസ് എന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ LDF മന്ത്രിസഭയിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ബേപ്പൂരിൽ പാലങ്ങളും ഒക്കെ ഉണ്ടായി എന്നതും യാഥാർത്ഥ്യമാണ്. അത് ഒരു തിരിച്ചടിയായിട്ടുണ്ടാകും PV അൻവറിന്. അദ്ദേഹം മത്സരിച്ചത് LDF മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിയോടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം മുഹമ്മദ് റിയാസിൻ്റെ ഭൂരിപക്ഷം 25,000-ത്തിലധികമായിരുന്നു എങ്കിൽ ഇപ്പോൾ 7,000 വോട്ടുകളായി കുറയ്ക്കുവാൻ കഴിഞ്ഞു എന്നതും PV അൻവറിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി VD സതീശനെ കുറിച്ച് നിരന്തരം LDFലായിരുന്നപ്പോൾ PV അൻവർ പ്രത്യേകിച്ചും ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, അങ്ങോട്ട് VD സതീശൻ അയച്ചു എന്നൊക്കെയുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നുവെങ്കിലും UDFലെത്തിയതിനു ശേഷം PV അൻവറും VD സതീശനും തമ്മിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ നിരൂപകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, PV അൻവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ, അതായത് വി ജോയിയെ നിലമ്പൂരിൽ നിർത്തണം എന്നാണ് ബൈ ഇലക്ഷൻ്റെ സമയത്ത് PV അൻവർ നിർദ്ദേശിച്ചത്. പക്ഷേ VD സതീശൻ എതിർത്താണ് പി ജോയി അവിടെ നിർത്താത്തത്. പകരം അവിടെ
ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തി വിജയിപ്പിക്കുന്നത്. ഒരുപക്ഷെ പി ജോയി അവിടെ നിർത്തി മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മത്സരം UDF വിജയിച്ചാൽ പോലും അതൊരു PV അൻവറിൻ്റെ വിജയമായി വ്യാഖ്യാനിക്കപ്പെട്ടേനെ. ഇടതുപക്ഷവും മാധ്യമങ്ങളും PV അൻവറും ഒക്കെ അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയേനെ. PV അൻവർ ഒപ്പമുള്ളത് കൊണ്ടാണ് വി ജോയി അവിടെ വിജയിച്ചത് എന്നൊരു വ്യാഖ്യാനം വന്നേനെ. അത് തുടർന്നുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ UDFൻ്റെ ഒരു കോൺഫിഡൻറ്റിനെ കുറയ്ക്കുമായിരുന്നു. പക്ഷേ അവിടെ PV അൻവർ എതിരാളിയായി നിന്നിട്ടും PV അൻവർ സ്വതന്ത്രനായി നിന്നിട്ടും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് UDFൻ്റെ ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടുവാൻ വേണ്ടി സഹായകമായിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം VD സതീശൻ എടുത്തതുകൊണ്ട് UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു, PV അൻവറിൻ്റെ സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ എന്ന ഒരു ധാരണ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് UDFന് തുടർന്നുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും ഒപ്പം ലോക്കൽ ബോഡി ഇലക്ഷനിലായാലും ഉപകാരപ്രദമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറം VD സതീശനും PV അൻവറും തമ്മിൽ എന്തെങ്കിലും ഒക്കെയും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതായി തോന്നിയിട്ടില്ല. PV അൻവറിനെ സംബന്ധിച്ച് നിലമ്പൂർ സീറ്റ് വി ജോയിക്ക് കൊടുക്കുക, അങ്ങനെ തനിക്ക് പകരമായിട്ട് തിരുവമ്പാടി സീറ്റ് വാങ്ങിക്കുക. തിരുവമ്പാടി എന്ന് പറയുമ്പോൾ അവിടെ ക്രൈസ്തവ മലയോര കുടിയേറ്റ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ്. വി ജോയിയെ ഇവിടെ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നതിന് പകരമായി അവിടെ ആ സമുദായത്തിൻ്റെ വോട്ടുകൾ വാങ്ങി വിജയിക്കുക, അങ്ങനെ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാകുക എന്നതായിരുന്നു PV അൻവറിൻ്റെ ഒരു രാഷ്ട്രീയ നീക്കം. പക്ഷേ ആ രാഷ്ട്രീയ നീക്കത്തിന് VD സതീശൻ്റെ മുനയൊടിച്ചു. അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും VD സതീശനും PV അൻവറും തമ്മിൽ ഇപ്പോൾ പറയത്തക്ക ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാണ് KP നൗഷാദ് അലിയുടെ പ്രസ്താവന കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം KP നൗഷാദ് അലി എന്ന് പറയുമ്പോൾ VD സതീശൻ്റെ വലങ്കയാണ്. അദ്ദേഹമാണ് പറയുന്നത് PV അൻവറിനെ ചേർത്ത് നിർത്തണമെന്ന്. ഒരുപക്ഷേ ഈ സംസ്ഥാനത്ത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ നിയമസഭാ സാമാജികർക്കിടയിൽ ആകെ 2 പേര് മാത്രമേ ഇപ്പോൾ VD സതീശനോടൊപ്പം സ്പഷ്ടമായിട്ടുള്ളൂ. അതിലൊന്ന് KP നൗഷാദ് അലി, മറ്റൊന്ന് മുഹമ്മദ് ഷിയാസുമാണ്. അതിലൊരാളാണ് ഇപ്പോൾ പറയുന്നത് PV അൻവർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകും, UDF ചേർത്ത് പിടിക്കുമെന്ന്. അതാണ് രാഷ്ട്രീയ നിരൂപകരൊക്കെ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ സംസ്ഥാന ക്യാബിനറ്റ് പദവിയോടുകൂടി, മന്ത്രിയാകാൻ അദ്ദേഹത്തിന് വഴിയില്ല. കാരണം നിയമസഭയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞ് കോർപ്പറേഷനിലോ ബോർഡിലോ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ടാകും എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളൊക്കെയും പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം LDF ഉപേക്ഷിക്കുവാൻ തന്നെ കാരണം താൻ ഈ നിരന്തരം LDFനെ ഒക്കെ അനുകൂലമായിട്ട് സൈബർ ഇടങ്ങളിലൊക്കെ ഇടപെട്ടിട്ടും തന്നെ സൈബർ സഖാക്കളൊക്കെ കടന്നൽ രാജാവ് എന്ന് വിളിച്ചിട്ടും അബ്ദുൾ റഹ്മാനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ട് പോലും തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പിണറായി വിജയൻ പരിഗണിച്ചില്ല എന്ന ഒരു കാരണമാണ് ഒരുപക്ഷെ PV അൻവറിനെ LDF വിട്ട് UDFൽ എത്തിക്കുവാനുള്ള കാരണമായ രാഷ്ട്രീയ നിരൂപകരൊക്കെ വിലയിരുത്തുന്നത്. മന്ത്രിമോഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹം UDFൽ എത്തിയത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് UDFൽ പൊലിഞ്ഞുപോയി എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി UDFൽ അവസാനിക്കുന്നില്ല എന്ന ഒരു സൂചനയാണ് നൗഷാദ് അലിയുടെ പ്രസ്താവനയോടുകൂടി വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ ഉണ്ടാകും, UDFൻ്റെ അസോസിയേറ്റ് മെമ്പറായി എന്ന രീതിയിൽ തന്നെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി വാങ്ങിയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.